അപ്പോൾ ഇത്രയാണ് നമ്മുടെ അരിത്തമാറ്റിക് ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സ് ആണ് ഇതെല്ലാം. നമ്മളത് അല്ലാതൊരു ലിസ്റ്റായിട്ട് നോക്കുമ്പോൾ വളരെ വലിയൊരു ലിസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കത് വളരെ കുറച്ച് ടോപ്പിക്സ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. ഒരു +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ ഗ്രാജുവേഷൻ ഉള്ള ഒരാൾക്കൊക്കെ പറ്റിയൊരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മുടെ ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സൈഡിൽ നിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ അണ്ടറിൽ ഇപ്പം നമുക്ക് ലാസ്റ്റ് ഒരു എന്താ പറയുക 1 മന്തിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ സീജണിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു ഗ്രാജുവേറ്റ്സിന് വേണ്ടി. അതിൻ്റെ ഡേറ്റ് ഒക്കെ ഇപ്പം ജസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പം നമുക്ക് ഇപ്പം കറൻ്റ് ആക്റ്റീവ് ആയിട്ടുള്ളതാണ് നമ്മുടെ SSCയുടെ CHSL കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ. അപ്പം ഒരു ഹയർ സെക്കൻഡറി ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു +2 ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലോട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു എക്സാംസിന് ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താ പറയുക, ഇപ്പം ഈ ഒരു സീജണിനൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നവർക്ക് ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. സീജിൽ മാത്രമല്ല തൊട്ട് പുറകെ അടുത്തൊരു എക്സാം വരുന്നുണ്ട്. അതുകൂടാതെ ജസ്റ്റ് +2 ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവരും ഈവൻ എനിക്ക് തോന്നുന്നു ഇപ്പം കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് ഒരു വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കോളേജിൻ്റെ ഒരു സെക്കൻഡ് ഇയർ, ലാസ്റ്റ് ഇയർ അല്ലെങ്കിൽ തേർഡ് ഇയറിലൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ഇത്. നിങ്ങൾക്ക് ഈ ഒരു എക്സാംസ് എഴുതി നോക്കാം, പ്രിപ്പയർ ചെയ്തിട്ട്. എന്നിട്ട് അടുത്ത വരുന്ന വർഷം നിങ്ങൾ പാസ് ഔട്ട് ആയതിനു ശേഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫൈനൽ ഇയറിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ആ ഒരു പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എഴുതി നിങ്ങൾക്ക് ആ ഒരു എക്സാംസ് ക്ലിയർ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ചിലപ്പം പാസ് ഔട്ട് ആവുന്നതിൻ്റെ കൂടെ തന്നെ ഒരു ഗവൺമെൻറ് ജോബ് അല്ലെങ്കിൽ പാസ് ഔട്ട് ആയ ഉടനെ വരുന്ന എക്സാം നിങ്ങൾക്ക് എഴുതി ക്ലിയർ ചെയ്തെടുക്കാൻ പറ്റും. സോ അങ്ങനെയൊക്കെ ഒരു വളരെ നല്ല ഓപ്പർച്യൂണിറ്റിയാണിത്. ഇനി ഈ ഒരു എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നവർ, ഇനി നമുക്ക് എക്സാംസ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം കുറച്ച് ദിവസമേ ഉള്ളൂ. അപ്പോൾ ആ ഒരു കുറച്ച് ദിവസത്തിൻ്റെ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻ്റ് ഉള്ള ഏരിയസ് ഏതൊക്കെയാണ്, അല്ലെങ്കിൽ നമുക്ക് പഠിക്കാനുള്ള സിലബസ് എന്താ, എന്നിട്ട് അതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഏരിയസ് ഏതൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ ഒരു സെഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എക്സാമിൻ്റെ പാറ്റേണൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. നമ്മളിതിന് മുമ്പ് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ്, ഇംഗ്ലീഷ് ആൻഡ് GS ഏരിയയാണ് വരുന്നത്. പക്ഷേ ഈ ഓരോ ഏരിയയിലും നമുക്ക് ഒരുപാട് ടോപ്പിക്സ് ഉണ്ടെങ്കിലും ചില ടോപ്പിക്സ് മോസ്റ്റ് സ്കോറിംഗ് ടോപ്പിക്സോ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ടോപ്പിക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നത്, അത് ഒക്കെ നമുക്ക് നല്ലപോലെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷനിലേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങളോട് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എല്ലാ ടോപ്പിക്സിനെയും നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ ഫസ്റ്റ് ചാപ്റ്റർ തൊട്ട് ലാസ്റ്റ് ചാപ്റ്റർ വരെ കണ്ടിന്യൂ കവർ ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആദ്യത്തെ ബേസിക് ഏരിയാസ് ഒന്ന് കവർ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ചാപ്റ്റേഴ്സിനെ കവർ ചെയ്യുമ്പോൾ ആദ്യമേ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയാസിനൊക്കെ കവർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഓൾറെഡി സിലബസ് ആയി കവർ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഏരിയാസിനെ കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കൂടുതൽ സമയം കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ, എന്തൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സും കാര്യങ്ങളും. അതിൻ്റെ ഇതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിൽ കട്ട് ഓഫ് എങ്ങനെയായിരുന്നു, നിങ്ങളുടെ ടാർഗറ്റ് സ്കോർ എത്ര ആയിരിക്കണം മോക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമുക്ക് അതടക്കം നമുക്ക് ഈ സെഷൻ്റെ അകത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ആ ഒരു SSC CHSLൻ്റെ എക്സാമിനെ കുറിച്ചുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നമുക്കതൊന്ന് ബ്രീഫായിട്ട് നമുക്ക് നോക്കാം. ഓൾറെഡി നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ പറയുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്, അങ്ങനെയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചാനലിൽ ചെന്ന് അവിടുന്ന് ആ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു സെഷനിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്ത് പോകാം എന്തൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത്. ഒന്ന്, വേക്കൻസി 3131 വേക്കൻസിക്കാണ് വിളിച്ചിരിക്കുന്നത്. എന്തൊക്കെ പോസ്റ്റുകളാണ്, നമുക്ക് LDC, JSA ആൻഡ് DEO എന്നുള്ള പോസ്റ്റുകൾക്കാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് വിളിക്കുന്നത്. അതിൽ LDC എന്ന് പറഞ്ഞാൽ ലോവർ ഡിവിഷണൽ ക്ലർക്കാണ്, JSA എന്ന് പറഞ്ഞാൽ ജൂനിയർ സെക്രട്ടറിയൽ അസിസ്റ്റൻ്റ് ആണ്, ആൻഡ് DEO എന്ന് പറയുമ്പോഴത്തേത് നമ്മുടെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ. ഈ ഒരു 3 പോസ്റ്റുകളാണ് നമുക്കവിടെ വരുന്നത്. അപ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു LDC ആൻഡ് DEO എന്നാണ് നമ്മൾ യൂഷ്വലി പറഞ്ഞത്. ക്ലർക്കും അതുപോലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇതിനെ മെയിനായിട്ട് പറയുന്നത്. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ പ്രോസസ്സ് ആയാലും ശരി, എക്സാം ആയാലും ശരി, എല്ലാം ഓൺലൈനാണ് നടക്കുന്നത്, ഓഫ്ലൈൻ പ്രോസസ്സുകളൊന്നുമില്ല. ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് രജിസ്ട്രേഷൻ ഡേറ്റും, 2 എക്സാം ഡേറ്റും. ഇപ്പോൾ രജിസ്ട്രേഷൻ ഡേറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഓൾറെഡി രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾക്ക് 18 ജൂലൈ ആണ് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ്. സോ ഇനി വളരെ കുറച്ച് ദിവസമേ ഉള്ളൂ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ. ഇനിയും ബാക്കിയുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യുക. ഇനി നമ്മുടെ എക്സാം ഡേറ്റ് എപ്പോഴാണ് വരുന്നത്, 8 സെപ്റ്റംബർ ടു 18 സെപ്റ്റംബർ ആണ് നമുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം ഇപ്പം ജൂലൈ ആണ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, നമുക്കൊരു 2 മന്ത്സ് കഴിയുമ്പോഴാണ് നമുക്ക് ഏകദേശം ഈ ഒരു എക്സാംസ് നടക്കാൻ പോകുന്നതെന്ന് പറയാം. ഇനി നമ്മൾ നേരത്തെ പോലെ എക്സാമും ഓൺലൈനാണ്. ഇനി എലിജിബിലിറ്റി എന്താ? സോ എലിജിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ 18 ഇയേഴ്സിൻ്റെ എബവ് ആയിരിക്കണം, ആൻഡ് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് +2 ആയിരിക്കണം. ഓക്കെ, +2 ക്വാളിഫിക്കേഷനുള്ള ഏതൊരാൾക്ക് ഈ ഒരു എക്സാം എഴുതാൻ പറ്റും. ഇനി 2 ഫേസിലാണ് എക്സാം നടക്കുന്നത്, Tier 1 ആൻഡ് Tier 2. ആദ്യത്തെ ഫേസ് ആദ്യം കണ്ടക്ട് ചെയ്യും നമ്മുടെ ഈ ഒരു സെപ്റ്റംബർ 8 to 18 സെപ്റ്റംബറിൻ്റെ ഇടയ്ക്ക്. അതിൽ നിന്ന് ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റ്സ് ആയിരിക്കും നമ്മുടെ രണ്ടാമത്തെ Tier 2 എക്സാം എഴുതാൻ പോകുന്നത്. അത് മോസ്റ്റ്ലി ആ ഒരു എക്സാം നടക്കാൻ പോകുന്നത് ഡിസംബർ റേഞ്ചിലായിരിക്കും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എക്സാമിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനെ കുറിച്ച് അറിയണമെങ്കിൽ ചാനലിൽ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുന്ന് ആ വീഡിയോസ് ഒക്കെ തന്നെ കാണാൻ പറ്റും. വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക്
അറിയാൻ പറ്റും. ഇൻക്ലൂഡിങ് സ്റ്റഡി പ്ലാൻ അടക്കം നിങ്ങൾക്ക് അവിടെ ചാനലിൽ നിന്ന് കിട്ടും. അതുപോലെ നിങ്ങൾക്ക് ഈ പോസ്റ്റുകൾ എന്താണെന്ന് അറിയണം, ഈ പോസ്റ്റിൻ്റെ പ്രൊഫൈൽ എന്താണെന്ന് അറിയണമെങ്കിൽ അതും വളരെ ഡീറ്റെയിൽ ആയിട്ട് ചാനലുണ്ട്. നേരെ ചാനലിൽ ചെന്ന് നിങ്ങൾക്ക് അവിടെ നിന്ന് സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ആ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. ഒന്ന്, ഇതിൻ്റെ ഒരു വേക്കൻസി ഹിസ്റ്ററി നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഈ വർഷത്തെ വേക്കൻസി നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇത് കൂടാതെ ഇതിൻ്റെ മുമ്പുള്ള വർഷങ്ങളിലുള്ള വേക്കൻസി നമ്മൾ ചുമ്മാ നോക്കുകയാണെങ്കിൽ നമുക്ക് 2024 3421 വേക്കൻസി ഉണ്ടായിരുന്നു, 2023 1762 വേക്കൻസി ആൻഡ് 2022 4922 വേക്കൻസി ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൻ്റെ വേക്കൻസീസ് യൂഷ്വലി കൂടിയും കുറഞ്ഞും ആണ് നിൽക്കുന്നത്. പക്ഷേ മോസ്റ്റ്ലി അതിൻ്റെ റേഞ്ച് വരുന്നത് 3000 4500 റേഞ്ചിലാണ് വരുന്നത്. ഇടയ്ക്ക് ഒരു വർഷം മാത്രമാണ് വേക്കൻസി കുറച്ച് കുറഞ്ഞത്. ബട്ട് അതർവൈസ് ബാക്കിയുള്ള വർഷങ്ങളിലൊക്കെ തന്നെ വേക്കൻസി നമുക്ക് 3000 ഒരു 5000 ഇടയ്ക്ക് ആ റേഞ്ചിലേക്കാണ് വേക്കൻസീസ് വരുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പഠിക്കാനുള്ള ഏരിയാസിൽ, ഓക്കെ, ആ ഏരിയാസിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഏതൊക്കെയാണ്, അതിൻ്റെ വെയിറ്റേജ്, നിങ്ങൾ ഏത് ടോപ്പിക്സിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി, അതിൻ്റെ ഇത് ഞാൻ CHS എന്ന് മാത്രം ഒരിക്കലും പറയത്തില്ല, ഞാൻ പറയും CGL പ്രിപ്പയർ ചെയ്യുന്നവർക്കായാൽ പോലും അല്ലെങ്കിൽ വരാതിരിക്കുന്ന SSC എക്സാംസിനായാൽ പോലും നിങ്ങൾക്ക് ഇത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. ബിക്കോസ് CHSന് നമ്മൾ ഈ ഒരു HRT CHS എന്ന് പറയുന്നെങ്കിലും നമുക്ക് ഇനി അങ്ങോട്ട് വരാതിരിക്കുന്ന SSC എക്സാംസ് എല്ലാം തന്നെ നിങ്ങൾക്കറിയാം എല്ലാത്തിൻ്റെയും സിലബസ് സെയിമാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഏരിയ ഇവിടെ നിന്നാണ് ചോദിക്കുന്നത്. ആ ഒരു ക്വസ്റ്റ്യൻസിൻ്റെ കൗണ്ട് മാത്രമേ നമുക്ക് എവിടെയെങ്കിലും എക്സാം പാറ്റേണിലേക്ക് വരുമ്പോൾ വ്യത്യാസം വരുള്ളൂ. സിലബസ് എക്സാക്ട്ലി സെയിം സിലബസിലാണ് നമ്മൾ ഈ എക്സാംസ് ഒക്കെ തന്നെ പോകുന്നത്. സോ നമുക്ക് നിങ്ങൾ ഈ കാണുന്നതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ആ ഒരു ടോപ്പിക് ലിസ്റ്റ്. വളരെ ഡീറ്റെയിൽ ആയിട്ട് ആണ് നമ്മളവിടെ കൊടുത്തേക്കുന്നത്. നമ്മൾ യൂഷ്വലി നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഒരു പാരഗ്രാഫ് പോലെ ആയിരിക്കും കൊടുത്തേക്കുന്നത്. ഇവിടെ നമ്മൾ അതിനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പ്രോപ്പർലി ലിസ്റ്റ് ചെയ്ത് ആ ടോപ്പിക്സിനെ അറേഞ്ച് ചെയ്യേണ്ടി അതേ ഓർഡറിൽ അറേഞ്ച് ചെയ്താണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഇത് പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയവരാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നിങ്ങളുടെ പ്രിപ്പറേഷന് വേണ്ടി നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി നമുക്കിതിലെ വെയിറ്റേജിനെ കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യമേ തന്നെ നമുക്കിതിൻ്റെ വെയിറ്റേജിലേക്ക് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ അതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും അതിൽ ഒരുമിച്ചുള്ള ടോപ്പിക്സിനെ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അതിൽ നിന്ന് ഏകദേശം ക്വസ്റ്റ്യൻസ് എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷൻ ആണ് ഇട്ടേക്കുന്നത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷത്തെ CHSൻ്റെ എക്സാം നടന്ന സമയത്ത് നമ്മുടെ ഡാറ്റ ഇൻ്റർപ്രിറ്റേഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വളരെ പെട്ടെന്ന് കയറിയും കൂടിയായിരുന്നു. സാധാരണ എക്സാംസിൽ അത്രയും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ CHSൽ വന്നപ്പം പല ഷിഫ്റ്റിലും നമുക്ക് 5 ക്വസ്റ്റ്യൻ വരെ DI വന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം മൊത്തം 25 ക്വസ്റ്റ്യനാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് എന്ന് വരുന്നത്. ആ 25 ക്വസ്റ്റ്യനിൽ 5 ക്വസ്റ്റ്യനും DI ആണ് കയറി ചോദിച്ചത്. അപ്പം നമുക്ക് ഈ വർഷവും നമുക്കത് ഒട്ടും കുറയ്ക്കേണ്ട. നമ്മളത് എക്സ്പെക്ടേഷൻ എന്ന് പറയുന്നത് നമുക്കൊരു 3 to 5 ക്വസ്റ്റ്യൻസ് എന്തായാലും കാണാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾ DI അത്യാവശ്യം ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങൾ ആ ടോപ്പിക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാനറിയാം, ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് കൂട്ടി വെച്ചാൽ മാത്രം മതി. ഇനി പെർസെൻറ്റേജ് ആണെങ്കിൽ നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻ, അതുപോലെ സിംപ്ലിഫിക്കേഷനിൽ നിന്ന് നമുക്ക് 1 ക്വസ്റ്റ്യൻ കിട്ടും, ആവറേജിൽ നിന്ന് 1 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്, റേഷ്യോ നിന്ന് 2 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, നമ്പർ സിസ്റ്റം HCF LCM കൂടി ചേർത്ത് നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻ വരും. പക്ഷേ അതിലും നമ്മുടെ കൂടുതലും നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് നമ്പർ സിസ്റ്റത്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഡിസ്കൗണ്ട് ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. സിമ്പിൾ ഇൻട്രസ്റ്റ് ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റിൽ നിന്ന് നമുക്ക് 1 to 2 ക്വസ്റ്റ്യൻ, അതുപോലെ ടൈം ആൻഡ് വർക്കും പൈപ്സ് ആൻഡ് സിസ്റ്റം കൂടി ചേർത്ത് 1 to 2 ക്വസ്റ്റ്യൻ ആയിരിക്കും. അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ട്രെയിന്, ബോട്ട് മൂന്നും കൂടി ചേർത്ത് 1 to 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ അരിത്തമാറ്റിക് ടോപ്പിക്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ അരിത്തമാറ്റിക് ചാപ്റ്റേഴ്സ് ആണ് ഇതെല്ലാം. നമ്മളത് അല്ലാതൊരു ലിസ്റ്റായിട്ട് നോക്കുമ്പോൾ വളരെ വലിയൊരു ലിസ്റ്റ് ആണെങ്കിലും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമുക്കത് വളരെ കുറച്ച് ടോപ്പിക്സ് ആയിട്ടേ കാണാൻ പറ്റുള്ളൂ. നമുക്ക് എന്താ പറയുക, അല്ലാതെ എടുക്കുമ്പോൾ നമുക്ക് ഏകദേശം അവിടെ ഒരു 18ഓളം ചാപ്റ്റേഴ്സാണ് വരുന്നത്. ഇതെല്ലാം കൂടി നമ്മളൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ, പക്ഷേ നമ്മളതിനെ കുറച്ചുകൂടി ഒന്ന് എക്സാം പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വരുമ്പോഴത്തേനും നമ്മളതിനൊന്ന് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരേപോലെ ലിസ്റ്റ് ചെയ്യേണ്ട ടോപ്പിക്സിനെ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്ത് ഒരേ കൺസെപ്റ്റ് വരുന്ന ടോപ്പിക്സിനെ ഒരുമിച്ച് ലിസ്റ്റ് ചെയ്തൊക്കെ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ നിങ്ങൾ കാണുന്ന പോലെ ഒരു 9 to 10 ടോപ്പിക്സ് മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ അതാണ് അരിത്തമാറ്റിക് ടോപ്പിക്സ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന ഏരിയ ആണ് അഡ്വാൻസ് മാത്സ്. നമ്മുടെ ഓൾജിബ്ര, മെൻസുറേഷൻ, ട്രിഗ്നോമെട്രി ആൻഡ് ജോമെട്രി. അതിൽ നമ്മുടെ ഈ പറയുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കിവിടെ നമ്മുടെ ആ ഒരു നമുക്ക് ഓൾജിബ്ര വരുമ്പോഴത്തേന് അവിടെ നിന്ന് നമുക്ക് 2 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അതുപോലെ നമ്മുടെ മെൻസുറേഷനിലേക്ക് വരുമ്പോൾ നമുക്കവിടെ 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതുപോലെ ട്രിഗ്നോമെട്രി ആണെങ്കിലും നമുക്ക് 2 ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക ട്രിഗ്നോമെട്രിയിൽ ചില സമയത്തെങ്കിലും 2 കൂടുതൽ ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഓൾജിബ്രയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കുറയും. അതിൻ്റെ ഒരു റീസൺ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ട്രിഗ്നോമെട്രിയുടെ ചില ക്വസ്റ്റ്യൻസ് ഓൾജിബ്ര ബേസ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഓൾജിബ്ര ബേസ് ചെയ്താണ് ട്രിഗ്നോമെട്രിയുടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നെങ്കിൽ അവിടെ ഓൾജിബ്രയിൽ നിന്ന് എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻസ് കുറച്ച് കുറയും. അതാണ് സംഭവിക്കുന്നത്. പിന്നെ നമ്മുടെ ജോമെട്രിയിൽ നിന്ന് 2 to 3 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു വെയിറ്റേജ് നമ്മൾ പ്രീവിയസ് ഇയേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ മൈൻഡിൽ വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്യാം. എങ്ങനെ
നിങ്ങൾ ഓൾറെഡി സിലബസ് കവർ ചെയ്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ മാത്സിൻ്റെ പ്രിപ്പറേഷൻ കൊണ്ടുപോകുമ്പോൾ ഒരു പ്രിപ്പറേഷനായിട്ട് കൊണ്ടുപോകുന്നതിന് പകരം രണ്ടായിട്ട് കൊണ്ടുപോകാം. രണ്ടായിട്ടെന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അഡ്വാൻസ് മാത്സിനെ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യുക, അരിത്തമാറ്റിക് ടോപ്പിക്സിനെ സെപ്പറേറ്റ് ഹാൻഡിൽ ചെയ്യുക. അഡ്വാൻസ് മാത്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഓൾമോസ്റ്റ് എല്ലാം ഒരേ വെയിറ്റേജ് ആണ് വരുന്നത്. സോ ആ ടോപ്പിക്സിനെ നിങ്ങൾ ഒരു ഡെയിലി ഒരു നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ്, ഡെയിലി ഒരു 5 ക്വസ്റ്റ്യനോ ഡെയിലി ഒരു 10 ക്വസ്റ്റ്യൻ വെച്ച് എല്ലാ ചാപ്റ്ററിനും നിങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക. ആ ഒരു പാറ്റേൺ ഫോളോ ചെയ്യാം. ഇനി അരിത്തമാറ്റിക്കിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിനെ അലൈൻ ചെയ്തിട്ട് ഓർഡറിൽ അലൈൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്തു തുടങ്ങാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ആദ്യം ഏത് ചാപ്റ്റർ വെക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഡൗട്ടും ഇല്ല, പ്രോഫിറ്റ് ആൻഡ് ലോസ് വെക്കാം. അതുപോലെ പിന്നെ അതിനുശേഷം നമ്പർ സിസ്റ്റം, അതുപോലെ പെർസെൻറ്റേജ്, ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ നിങ്ങൾ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന ടോപ്പിക്സിനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്ത് പോകാം. പിന്നെ എക്സ്ട്രാ കുറച്ച് സമയമൊക്കെ നിങ്ങൾ DIയുടെ ക്വസ്റ്റൻസിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കൊടുക്കുക. പക്ഷേ അതൊരുപാട് കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് DI ചെയ്യാൻ എല്ലാവർക്കും അറിയാം. നിങ്ങൾക്ക് SSCക്ക് ചോദിക്കുന്ന DI അത്യാവശ്യം എളുപ്പമുള്ള DI ആണ് ചോദിക്കുന്നത്. പക്ഷേ നമ്മൾ മോക്ക് ടെസ്റ്റിൽ അത് മാക്സിമം ചെയ്ത് നോക്കുക. അതുകൂടാതെ നമ്മൾ അത് അത്യാവശ്യം എല്ലാ ടൈപ്പുകളും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും DI ചെയ്യുന്ന സമയത്ത്. സോ ഇതാണ് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലേക്ക് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു വെയിറ്റേജ്. ഇനി ഇതേപോലെ നമുക്ക് റിമൈനിങ് ടോപ്പിക്സ് കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി അടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റീസണിങ്ങിൻ്റെ ഏരിയ ആണ്. ഇപ്പോൾ റീസണിൻ്റെ സിലബസ് ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയവർ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതൊന്ന് പ്രോപ്പർലി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം പ്രിപ്പറേഷന് വേണ്ടി. ഇനി ഇതിൻ്റെ വെയിറ്റേജിലേക്ക് വന്നാൽ ഞാൻ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ ഒന്ന് ലിസ്റ്റ് ചെയ്തതിന് ശേഷം അവിടുത്തെ ഓരോ ടോപ്പിക്കിൽ നിന്നും വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസിൻ്റെ നമ്പേഴ്സിനെ ഞാൻ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും മിറർ ഇമേജ് 2 തൊട്ട് 3 ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ നമുക്ക് ഇമേജ് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ഓക്കെ, മിറർ, വാട്ടർ ഇമേജ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ചേർത്ത് 2 to 3 പേപ്പർ കട്ടിങ്, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, മിറർ എന്ന് പറയുമ്പോൾ മിറർ ഇമേജ് എന്ന് പറയുമ്പോൾ മിറർ ഇമേജ് മാത്രമൊന്നും വിചാരിക്കില്ല, അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമേജിൻ്റെ ക്വസ്റ്റൻസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം മിറർ ഇമേജ് ഉണ്ട്, വാട്ടർ ഇമേജ്, അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ കട്ടിങ്, അങ്ങനെയൊക്കെയുള്ള ഏരിയാസ് ഉണ്ട്. സോ ഇതെല്ലാം കൂടി ചേർത്ത് 2 to 3 ക്വസ്റ്റൻസ്. പിന്നെ സിലോജിസത്തിൽ നിന്ന് 3 to 4 ക്വസ്റ്റ്യൻ, ക്ലാസിഫിക്കേഷനിൽ നിന്ന് 2 to 3 ക്വസ്റ്റ്യൻ, ബ്ലഡ് റിലേഷനിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ്, സ്റ്റേറ്റ്മെൻറ്റ്, അതുപോലെ ഇൻഇക്വാലിറ്റി, ഇതിനൊക്കെ 2 ക്വസ്റ്റ്യൻ വെച്ച്. അതുപോലെ നമുക്ക് താഴോട്ട് വരുമ്പോൾ ഓഡ് 1 ഔട്ടിൽ നിന്ന് 2 to 3, കോഡിംഗ് ഡീകോഡിംഗിൽ നിന്ന് 3 to 4, അതുപോലെ ഓർഡർ ആൻഡ് റാങ്കിങ്ങിൽ നിന്ന് 2, സീരീസിൽ നിന്ന് 4, ആൻഡ് ഡയറക്ഷനിൽ നിന്ന് 2 to 3, ആൻഡ് അനലോഗിൽ നിന്ന് 2. ഓക്കെ, അപ്പം നമുക്കത് എക്സാക്ട്ലി ഈ നമ്പേഴ്സ് അല്ല ഫോളോ ചെയ്യുന്നത്, ഈ ഒരു റേഞ്ചിലാണ് ക്വസ്റ്റൻസ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇനി ഇത് റീസണിങ് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയിലേക്കാണ് പോകുന്നത്, ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു സിലബസ്, വളരെ പ്രോപ്പർലി. ഇപ്പോൾ നിങ്ങൾ നമ്മുടെ SSCയുടെ നോട്ടിഫിക്കേഷൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഒരു പ്രത്യേകിച്ച് ഇംഗ്ലീഷിന് സിലബസ് ഒന്നുമില്ല. അവർ എഴുതിയേക്കുന്ന ഒറ്റ ലൈനിലാണ് ഇംഗ്ലീഷ് വായിക്കാനും മനസ്സിലാക്കാനും അറിയണം എന്ന് മാത്രമേ അവർ എഴുതിയിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ അറിഞ്ഞിരിക്കുക ഇംഗ്ലീഷിന് ഒരു പ്രോപ്പർ നമുക്ക് ചോദിക്കുന്ന ഏരിയാസ് ഉണ്ട്. ആ ചോദിക്കുന്ന ഏരിയാസാണ് നിങ്ങൾ ഈ കാണുന്ന ഗ്രാമർ ഏരിയാസ്. കൂടാതെ നമുക്ക് ആ ഗ്രാമർ ഏരിയസിൻ്റെ ആപ്ലിക്കേഷൻ ആണ് ഈ ഒരു ഏരിയാസിലേക്ക് വരുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് ക്വസ്റ്റൻസ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അതിന് ഞാൻ പ്രോപ്പർലി വളരെ ഡീറ്റെയിൽ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. പക്ഷേ ഇതിൻ്റെ ഒരു വെയിറ്റേജിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ, ലൈക്ക് ഇമ്പോർട്ടൻറ്റ് ഏരിയാസിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് ഇങ്ങനെ ഷോർട്ടായിട്ട് ചുരുക്കാം. നമുക്ക് ക്ലോസ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഈ പറഞ്ഞ ക്ലോസ് ടെസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു 5 തൊട്ട് 7 ക്വസ്റ്റ്യൻ വരെ പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇഡിയംസ് ആൻഡ് ഫ്രേസസിൽ നിന്ന് നമുക്ക് 2 to 3 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ 1 വേർഡ് സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് 2 ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സ്പെല്ലിംഗ് കറക്ഷൻ്റെ 2 to 3 ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. കോംപ്രഹെൻഷൻ, ഓക്കെ, അഗെയിൻ അവിടെ നമുക്ക് ഈ പറഞ്ഞ 5 to 8 ക്വസ്റ്റ്യൻസ് വരെ പോകാൻ സാധ്യതയുണ്ട്. അത് ആക്ച്വലി അഡ്ജസ്റ്റ് ആവുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ കോംപ്രഹെൻഷന് ക്വസ്റ്റ്യൻ കൂടുതലാണെങ്കിൽ ക്ലോസ് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻ കുറയും, അല്ലെങ്കിൽ തിരിച്ച് സംഭവിക്കും. ഇങ്ങനെയാണ് നമുക്ക് അവിടെ സംഭവിക്കുന്നത്. പിന്നെ എറർ ഡിറ്റക്ഷനിൽ നിന്ന് 2 to 3 ക്വസ്റ്റ്യൻ, സെൻറ്റൻസ് ഇംപ്രൂവ്മെൻറ്റ്, സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ്, ഇതിൽ നിന്നൊക്കെ 2 to 3 ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമുക്ക് ചോദിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇംഗ്ലീഷിൻ്റെ ഒരു വെയിറ്റേജ്. അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം പ്രിപ്പറേഷന് വേണ്ടി. ആൻഡ് ഫൈനലി നമ്മുടെ ജനറൽ അവയർനെസ് ഏരിയ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് കറണ്ട് അഫെയറും സ്പോർട്സും ആർട്സും കൾച്ചറും ഹിസ്റ്ററിയും ജോഗ്രഫി, പൊളിറ്റി, എക്കണോമിക്സ്, സ്ട്രാറ്റജിക്ക്, ഇങ്ങനെ ഒരുപാട് ഏരിയാസ് ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മുടെ സയൻസ് എന്ന് പറഞ്ഞാലും. നമുക്ക് അവിടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ആയിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരിക്കലും ഒരു എക്സാക്ട്ലി പറയാൻ പറ്റില്ല, ഇപ്പോൾ ഹിസ്റ്ററിയിൽ നിന്ന് ഒരു ക്വസ്റ്റിനെ വരത്തുള്ളൂ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. ചില ഷിഫ്റ്റിൽ ഹിസ്റ്ററിയിൽ നിന്ന് 3-4 ക്വസ്റ്റ്യൻ കയറി വരാം, ചില ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻ വരാതിരിക്കാം. ഇങ്ങനെ പല പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. സോ നമുക്ക് ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല എത്ര ക്വസ്റ്റ്യൻ വരും എന്നുള്ളത്. പക്ഷെ എന്നാലും നമുക്കൊരു ഇൻ ജനറൽ നമ്മളത് ലാസ്റ്റ് കുറേ വർഷത്തെ പാറ്റേൺസ് ഒന്ന് ചെക്ക് ചെയ്യുമ്പോൾ നമുക്കവിടെ മനസ്സിലാവുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഏകദേശം ഈ ഒരു പാറ്റേണിലാണ് ചോദിക്കുന്നത്. എങ്ങനെയെന്ന് പറഞ്ഞാൽ കറണ്ട് അഫയേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ലാസ്റ്റ് 1 ഇയറിലെ കറണ്ട് അഫയർ ചോദിക്കുന്നത്. പക്ഷേ എഗെയിൻ പറയുവാണ്, 1 ഇയറിൽ തന്നെ ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ലാസ്റ്റ് 3 ഇയർ വരെ കൊണ്ടുപോകാറുണ്ട്. ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചില സ്പോർട്സിൽ ഈ വർഷം കിട്ടിയത്, കഴിഞ്ഞ വർഷം കിട്ടിയത്, ലാസ്റ്റ് അതിൻ്റെ മുമ്പത്തെ വർഷം, ലാസ്റ്റ് 3 ഇയേഴ്സിൽ വിന്നേഴ്സ് ആയിട്ടുള്ളവർ, അപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് ചില ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ. പക്ഷേ യൂഷ്വൽ ജനറലി നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഒരു 12 months ആണ്. ആൻഡ് യൂഷ്വലി CSSL എക്സാംസ് നമുക്ക് ഈ കറണ്ട് അഫയേഴ്സിൻ്റെ ക്വസ്റ്റൻസ് എപ്പോഴും കൂടുതലും ആണെന്ന് നമുക്ക് തോന്നുന്നുണ്ട് കമ്പയർ ടു അതർ SSC എക്സാംസ്. സോ നമുക്ക് ഒരു 5 തൊട്ട് 6 ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സയൻസും ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയ ആണ്. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എല്ലാം കൂടി ചേർത്ത് നമുക്കൊരു 6 തൊട്ട് 7 ക്വസ്റ്റ്യൻ വരാൻ
സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് ഈ സ്പോർട്സ്, അതുപോലെ അവാർഡ്സ്, ബുക്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന്, മിസ്ലേനിയസ് ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഒരു 2 to 3 ക്വസ്റ്റൻസും, പിന്നെ വളരെ ഇമ്പോർട്ടൻറ്റ് നിങ്ങൾക്കറിയാം, നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഹിസ്റ്ററി, പൊളിറ്റി, ജോഗ്രഫി, എക്കണോമിക്സ് ഇങ്ങനെയുള്ള ഏരിയാസിൽ നിന്ന്, സ്റ്റാറ്റിക് GK ആ ഒരു ഏരിയയിൽ നിന്ന് നമുക്ക് 8 തൊട്ട് 10 ക്വസ്റ്റൻസ് ആയിരിക്കും വരാൻ ചാൻസ് ഉള്ളത്. സോ ഒരു ഓവറോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് നമുക്ക് ജനറൽ അവയർനെസ്. നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരിക്കലും ഹിസ്റ്ററിയിൽ നിന്ന് 2 ക്വസ്റ്റിനെ വരത്തുള്ളൂ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ അതിനെ അങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ചില കേസ് ഹിസ്റ്ററിയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നില്ലെന്ന് വരും, പൊളിറ്റിയിൽ നിന്ന് ചിലപ്പോൾ 3 ക്വസ്റ്റ്യൻ വന്നെന്ന് വരാം, ചില കേസുകളിൽ അത് തിരിച്ച് സംഭവിക്കാം. ചിലപ്പോൾ ജോഗ്രഫിയിൽ നിന്ന് ക്വസ്റ്റിനെ വരത്തില്ല, ചിലപ്പോൾ ജോഗ്രഫിയിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുണ്ട്. സോ അത് ഷിഫ്റ്റിൻ്റെ മേളിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഒരിക്കലും നമുക്കവിടെ ഇത്രയും ക്വസ്റ്റ്യൻ വരും എന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ടോപ്പിക്കിൽ നിന്ന് നമുക്ക് അത് ബെറ്റർ ആയിട്ട് പറയാൻ പറ്റുന്നത് പറഞ്ഞാൽ ഇതെല്ലാം കൂടി ചേർത്ത് ഏകദേശം 8 to 10 ക്വസ്റ്റൻസ് ആണ് നമ്മൾ പ്രീവിയസ് ഇയർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്കൊരു ക്ലിയർ ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. സീസണിന് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നവരായാലും ശരി, ഇപ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവരായാലും ശരി, എങ്ങനെയാണ് ക്വസ്റ്റിൻ്റെ ഒരു വെയിറ്റേജ് വരുന്നത്, നിങ്ങൾക്ക് വേണ്ടി നമ്മളത് അനലൈസ് ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വരായിരിക്കുന്ന എക്സാം നിങ്ങൾക്ക് അത് ഡെഫിനറ്റ്ലി യൂസ്ഫുൾ ആയിരിക്കും. പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ കൂടുതൽ വെയിറ്റേജ് ഉള്ള ഏരിയാസിന് നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്, കൂടുതൽ സമയം കൊടുത്തുകൊണ്ട്, കൂടുതൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട്, കൂടുതൽ ക്വിസ് ചെയ്തുകൊണ്ട് നിങ്ങൾ അതിനെ ഇമ്പ്രൂവ് ചെയ്തെടുക്കുക, അതിനെ ഏറ്റവും ബെറ്റർ ആക്കി എടുക്കുക. ഓക്കെ, ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻറ്റ് കാര്യത്തിലേക്ക് കൂടി നമുക്ക് വരാം. എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് എങ്ങനെയായിരിക്കും? ഇപ്പോൾ എക്സ്പെക്റ്റഡ് കട്ട് ഓഫ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ പ്രീവിയസ് കുറച്ച് ദിവസത്തെ കട്ട് ഓഫ് ഒന്ന് നോക്കണം. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നിങ്ങൾക്ക് വേണ്ടി അവിടെ ലാസ്റ്റ് 5 ഇയേഴ്സിലെ കട്ട് ഓഫ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും കട്ട് ഓഫ് നമുക്ക് പോയേക്കുന്നത്, നമുക്ക് 2020 ആണെങ്കിൽ അത് 141 ആയിരുന്നു. പിന്നെ 2021 അത് ഏകദേശം അതേ 140 ആ റേഞ്ച് തന്നെ ആയിരുന്നു. പിന്നെ 2022 ആയപ്പോൾ അത് 157 ആയി. ബിക്കോസ് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, തുടക്കത്തിൽ ഞാൻ വേക്കൻസിയുടെ ഒരു ലിസ്റ്റ് കാണിച്ചായിരുന്നു. ആ വേക്കൻസിയുടെ ലിസ്റ്റിൽ നമുക്ക് 2022 വേക്കൻസി കുറവായിരുന്നു, 1700 സംതിങ് വേക്കൻസി ഉള്ളായിരുന്നുള്ളൂ. അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്കറിയാം അവിടെ വേക്കൻസി കുറയുമ്പോൾ കട്ട് ഓഫ് എന്ത് ചെയ്യും, ഉറപ്പായിട്ടും കൂടും. അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്, 157. സോ അതിനുശേഷം പിന്നെ നമുക്ക് ആ വേക്കൻസി, ആ സ്റ്റാൻഡേർഡ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് 2023 നമുക്ക് കട്ട് ഓഫ് ഏകദേശം 153, 154 എന്ന് പറയാം, നമുക്ക് ആ ഒരു പോയിന്റ് കൂടി അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ. അതുപോലെ 2024 ആയപ്പോഴും നമുക്ക് ആ കട്ട് ഓഫ് അത്യാവശ്യം, 2024 തൊട്ട് ആക്ച്വലി കോമ്പറ്റീഷൻ കൂടി കുറച്ചുകൂടി. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് നമുക്ക് ഒരു 157 ആ റേഞ്ചിലാണ് കട്ട് ഓഫ് വന്നത്. സോ ഈ വർഷവും നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരുപാട് പേരും SSC പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക. ബിക്കോസ് എല്ലാവർക്കും അറിയാം ഇപ്പം ഗവൺമെന്റ് ജോബിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണ്, അടുത്ത 8th പേ കമ്മീഷൻ വരാൻ പോവാണ്. സോ ഇപ്പം ഒരു 80,000 സാലറി ഒക്കെ ഉള്ളവരുടെ എല്ലാം സാലറി 1 lakh പ്ലസ് ആയിരിക്കും സാലറി വരാൻ പോകുന്നത് 8th പേ കമ്മീഷൻ കൂടി വന്നു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു ഗവൺമെൻറ് ജോബിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അത് തരുന്നൊരു എന്താ പറയുക, ജോബ് സെക്യൂരിറ്റി ആയാലും ശരി, ഒരു പ്രിവിലേജ് ആയാലും ശരി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്താണെന്ന് ഇപ്പം ആൾക്കാർക്ക് കൂടുതൽ അറിയാം. അതുകൊണ്ട് തന്നെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുതൽ എഫോർട്ട് ഇടുന്നുണ്ട്, കൂടുതൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്, അതിനുവേണ്ടി കൂടുതൽ സമയം കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ വർഷവും നമുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കട്ട് ഓഫ് നമുക്കൊരു 150 to 160 പ്ലസ് എന്നുള്ള രീതിയിൽ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് എങ്ങനെയായാലും ഒരു 150 to 157 ആ റേഞ്ച് വരാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമ്പറ്റീഷൻ കൂടുകയാണെങ്കിൽ നമുക്ക് 160ൻ്റെ മേളിലും പോകാം എന്നുള്ളത് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. സോ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളോട് സജസ്റ്റ് ചെയ്യാനുള്ളത്, നിങ്ങളുടെ കട്ട് ഓഫ് എല്ലാം തന്നെ മോക്ക് ടെസ്റ്റിൽ നിങ്ങളുടെ കട്ട് ഓഫ് എല്ലാം, മോക്ക് ടെസ്റ്റിൽ നിങ്ങളുടെ മാർക്ക് എല്ലാം തന്നെ നിങ്ങൾ വെക്കേണ്ട ഒരു ടാർഗറ്റ് സ്കോർ എന്ന് പറയുന്ന ഒരു 165 പ്ലസ് ആയിരിക്കണം നിങ്ങളുടെ ടാർഗറ്റ് ആയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ടത്. എന്ന് ഞാൻ ഏത് മോക്ക് എഴുതിയാലും, ഏത് സൈറ്റിൽ നിന്ന് എഴുതിയാലും, എവിടെ നിന്ന് എഴുതിയാലും, എപ്പോൾ എഴുതിയാലും നിങ്ങൾക്ക് 165 പ്ലസ് നിങ്ങളുടെ സ്കോർ കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ അതിനെ കൊണ്ടുവരണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് അത് എത്ര കൂട്ടാൻ പറ്റുമോ അത്രയും കൂടുതൽ കൂട്ടാൻ നോക്കണം. അത് വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ഇതൊന്നും പെട്ടെന്ന് ഒരു മാസം കൊണ്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു സമയം കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു നേരത്തെ തന്നെ നമ്മൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യണം. നമ്മൾ അത്യാവശ്യം നല്ലപോലെ പ്രാക്ടീസ് ചെയ്ത് സിലബസ് ഒക്കെ തീർത്തതിന് ശേഷം നമ്മൾ ഈ ഒരു മോക്ക് ടെസ്റ്റ് പ്രാക്ടീസും എക്സാം തൊട്ട് മുമ്പ് ഒരാഴ്ച മുമ്പോ 2 ആഴ്ച മുമ്പോ ചെയ്തിട്ട് കാര്യമില്ല. കുറച്ച് നാൾ മുമ്പെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, ചെയ്തു തുടങ്ങണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഇപ്പം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നവർ നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങളുടെ മൈൻഡിൽ വെക്കേണ്ടത്. നമ്മൾ ഇപ്പം പെട്ടെന്ന് പ്രിപ്പയർ ചെയ്ത് ഈ ഒരു വരുന്ന എക്സാം എഴുതി ക്ലിയർ ചെയ്യാം എന്നൊരിക്കലും വിചാരിക്കില്ല. ഡെഫിനറ്റ്ലി അങ്ങനെ കാലിബർ ഉള്ള ഒരുപാട് പേര് കാണും. പക്ഷേ നമുക്ക് ഒരു പ്രോപ്പർ സിലബസ് കവറേജ്, ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ, അത്യാവശ്യം ഒരു ഡെഡിക്കേറ്റഡ് ടൈം അതിന് വേണ്ടി കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, ഈ വരുന്ന എക്സാംസ് നമുക്ക് നല്ലപോലെ ക്ലിയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ നിങ്ങൾക്ക് ഇനി വരായിരിക്കുന്ന ഈ വർഷം ടുവേർഡ്സ് ദി എൻഡ് വരായിരിക്കുന്ന SSC GD അല്ലെങ്കിൽ SSCയുടെ അടുത്ത MTS, ഇപ്പം കറന്റ് നോട്ടിഫിക്കേഷൻ ആക്റ്റീവ് ആണ് MTSൻ്റെ എക്സാം. അല്ല അടുത്ത വർഷം ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ വീണ്ടും നമുക്ക് ഈ പറഞ്ഞ ജൂൺ തൊട്ട് അങ്ങോട്ട് വീണ്ടും സ്റ്റാർട്ട് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും നിങ്ങൾ ഓൾറെഡി എന്തായിരിക്കണം, സിലബസ് ഒക്കെ കവർ ചെയ്ത് മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്ത് നിങ്ങൾ എക്സാം എഴുതാൻ റെഡി ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇപ്പം കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരായാലും ഇപ്പോൾ കോളേജിൽ നിന്ന് ജസ്റ്റ് പാസ് ഔട്ട് ആയവരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത്യാവശ്യം നല്ല രീതിയിൽ നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഇതേപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻസ് ഒക്കെ തന്നെ ടുവേർഡ്സ് ദി എൻഡ് ഓഫ് ദി ഇയർ നിങ്ങൾക്ക് SSCയുടെ ബാക്കി നോട്ടിഫിക്കേഷൻ വരാറുണ്ട്. ഇത് കൂടാതെ ഈ നോട്ടിഫിക്കേഷനൊക്കെ അടുത്ത വർഷം വീണ്ടും വിളിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ റെഡി ആയിരിക്കണം എഴുതാൻ വേണ്ടി. സോ ഏറ്റവും നല്ലത് ഇപ്പോൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾ ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമാണ് നേരത്തെ പഠിച്ചു തുടങ്ങുക. ഈ അത്യാവശ്യം ഒരു ചെറിയ സമയം, ഒരു 1 hour അല്ലെങ്കിൽ ഒരു 2 hour എന്ത് ചെയ്യുക, ഇതിന് വേണ്ടി മാറ്റി വെക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ കോളേജിൻ്റെ ആ ഒരു ലാസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ ഈ എക്സാംസ് എഴുതുകയാണെങ്കിൽ
നിങ്ങളുടെ റിസൾട്ട് വരുന്നതും നിങ്ങളൊരു ഗവൺമെൻറ് ജോബ് കിട്ടുന്നത് ഏകദേശം ഒരേ സമയത്തായിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു വലിയ അഡ്വാൻറ്റേജ് ആയിരിക്കും. എനിക്കറിയാം ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ വെബിനാർസ് ഒക്കെ പോകുന്ന സമയത്ത് നമുക്ക് അവിടെ അറിയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, ഒരുപാട് പേര് ഈവൻ +2 തൊട്ടേ തന്നെ ഇപ്പോൾ SSC എക്സാംസ് നോക്കി തുടങ്ങിയിട്ടുണ്ട്. സോ ആ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ സൗത്തിൽ വലുതായിട്ട് കാണാത്ത ഒരു സംഭവം ഇപ്പോൾ കൂടുതൽ ഇവിടെ കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ആൾക്കാർ 12th തൊട്ടേ ഇതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഒട്ടും ടൈം വേസ്റ്റ് ആവാതെ കോളേജ് കഴിഞ്ഞ് ഇനി എന്ത് ചെയ്യും, അല്ലെങ്കിൽ കുറേ സമയം ഇനി അതിന് വേണ്ടി സെപ്പറേറ്റ് 1 or 2 ഇയർ കളയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് നേരത്തെ തന്നെ ഇതിലേക്കൊക്കെ കയറാൻ പറ്റിക്കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് വലിയൊരു അഡ്വാൻറ്റേജ് ആയിരിക്കും. ഫ്യൂച്ചറിൽ പ്രൊമോഷൻസ് ആയാലും നിങ്ങൾ റിട്ടയർമെൻറ്റ് ആകുമ്പോഴത്തേക്കും അത്രയും നല്ല പോസ്റ്റ് നിങ്ങൾക്ക് റിട്ടയർ ആവാനൊക്കെ പറ്റും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രിപ്പറേഷൻസ് എത്രയും പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. എസ്പെഷ്യലി ഇപ്പം പ്രിപ്പയർ ചെയ്ത് തുടങ്ങുന്നവർ നിങ്ങൾക്ക് വേണ്ടി, എസ്പെഷ്യലി ഇതിപ്പം എടുത്തു പറയാം, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി. ഓക്കെ, ഇപ്പോൾ കോളേജ് സെക്കൻഡ് ഇയറോ തേർഡ് ഇയറൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫൈനൽ ഇയറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവർ ഇപ്പം പാസ്സായിട്ട് അവർക്ക് വേണ്ടി നമുക്ക് ഈ പറയുന്ന SSC CS MTSനൊക്കെ വേണ്ടി ഒരുപാട് ബാച്ചസ് ഉണ്ട്. ഈ ബാച്ചസിലേക്കൊക്കെ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഈ പറഞ്ഞ പോലെ, ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് നേരത്തെ പഠിച്ചു തുടങ്ങിയാൽ നല്ലതായിരിക്കും എന്ന് പറഞ്ഞു. സോ അതിനുവേണ്ടി നിങ്ങൾക്കൊരു 2 ഇയർ എക്സ്ട്രാ വാലിഡിറ്റി, ഓക്കെ, 2 ഇയർ എക്സ്ട്രാ എന്ന് പറഞ്ഞാൽ മൊത്തം 3 ഇയർ വാലിഡിറ്റിയിൽ നിങ്ങൾക്ക് ഈ കോഴ്സസിലേക്കൊക്കെ ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ കോളേജിൻ്റെ ഒരു സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളെ ഒരു 3 ഇയർ കോഴ്സ് ആണെങ്കിൽ സെക്കൻഡ് ഇയർ നിങ്ങൾ ഇത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് ഇയർ അതിനുശേഷം തേർഡ് ഇയർ ഈ 2 വർഷം നിങ്ങൾക്ക് നല്ലപോലെ നിങ്ങൾക്ക് ഈ കോഴ്സിൽ തന്നെ നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റും. അത് കഴിഞ്ഞാലും നിങ്ങൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കൂടി കാണും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോൾ എടുത്താൽ പോലും നിങ്ങൾ ഈ പാസ് ഔട്ട് ആയതിനു ശേഷം പിന്നെ ഒരു 1.5 വർഷം കഴിയുമ്പോഴത്തേനും നിങ്ങളുടെ ഈ കോഴ്സ് എക്സ്പയർ ആവത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കോളേജ് കഴിയുമ്പോൾ തന്നെ വരുന്ന എക്സാംസ് എഴുതിയെടുക്കാം. പിന്നെ അത് കഴിഞ്ഞ് അതിൻ്റെ അടുത്ത വർഷം വരുന്ന എക്സാംസിന് വേണ്ടിയും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ലപോലെ അതിനേക്കാളും ബെറ്റർ എക്സാംസ് അതൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടി വീണ്ടും ഫോക്കസ് ചെയ്യാൻ പറ്റും. വേറൊരു പുതിയ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാതെ അല്ലെങ്കിൽ വേറൊരു പുതിയ കോഴ്സ് എടുക്കാതെ ഒക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂഷ്വലി നമ്മുടെ ഓൺലൈൻ കോഴ്സസ് ഒക്കെ നിങ്ങൾക്കറിയാം വാലിഡിറ്റി 1 ഇയർ. പക്ഷേ ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ ഓഫറാണ് ഈ ഒരു 2 ഇയർ എക്സ്ട്രാ വാലിഡിറ്റി എന്ന് പറയുന്നത്. ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ എക്സാംസ് വേണ്ടിയൊക്കെ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് വരുന്ന എക്സാംസ് ഒക്കെ എഴുതാം. നിങ്ങൾക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾ വാലിഡിറ്റി എക്സ്പയർ ആയി പോകുന്നുള്ള ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നിങ്ങൾ മിസ്സാക്കരുത്. ഇത് നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു സമയത്തേക്ക് മാത്രമുള്ള ഓഫറാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ നിന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞ് ഇപ്പം പഠിച്ചു തുടങ്ങിയവരും അല്ലെങ്കിൽ കോളേജിൽ സെക്കൻഡ് ഇയർ തേർഡ് ഇയറിലൊക്കെ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ വേണ്ടിയുള്ള ഒരു ഓഫറാണ്. ഇത് ഒരുപാട് നാൾ കാണത്തില്ല, വളരെ പെട്ടെന്ന് ഈ ഓഫേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആവും. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓഫേഴ്സ് ഒന്നും കിട്ടത്തില്ല. സോ അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങളത് യൂസ് ചെയ്യുക. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവിടെ കൂടെ ജോയിൻ ചെയ്ത് ഒരുമിച്ച് ഗ്രൂപ്പായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്യുക. അവർക്കും ഈ ഇൻഫർമേഷൻസ് ഷെയർ ചെയ്ത് കൊടുക്കാം. സോ ഐ ഹോപ്പ് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കോളേജിൽ നിൽക്കുന്ന സമയത്ത് പഠിക്കാൻ പറ്റുമെന്ന് ഡൗട്ട് വന്നവരുണ്ട്. നമുക്കിപ്പം നിങ്ങൾക്ക് എന്താ പറയുക, ട്രാവൽ ചെയ്യേണ്ട, നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ കംഫോർട്ട് ഇരുന്ന് തന്നെ പഠിക്കാം. അവിടെ റെക്കോർഡ് ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ക്ലാസ്സസ് ഉണ്ട്. അപ്പോൾ ഈ റെക്കോർഡ് ക്ലാസ്സസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടൈം ഉള്ളപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ലൈവ് ക്ലാസ്സസ് എന്നൊക്കെ പറഞ്ഞാൽ ഈവനിങ് സമയത്തായിരിക്കും പോകുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സോ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാത്ത സമയത്തായിരിക്കും പോകുന്നത്. അപ്പോൾ ഈവൻ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ പോലും അവർക്ക് പോലും ഈവനിങ് ടൈം ഈ ക്ലാസ്സസ് ലൈവ് ക്ലാസ്സസ് ഒക്കെ തന്നെ മിസ്സാവാതെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കൂടാതെ ബാക്കി യൂഷ്വലി കിട്ടുന്ന സപ്പോർട്ട് എല്ലാം തന്നെ, ഇപ്പോൾ മെൻറ്റേഴ്സിൻ്റെ സപ്പോർട്ട് ആയാലും മോക്ക് ടെസ്റ്റുകൾ, ക്വിസുകൾ, ഈവൻ നിങ്ങൾ ആപ്പിൽ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ AI സപ്പോർട്ട്, നിങ്ങളുടെ വീക്കർ ഏരിയാസൊക്കെ അനലൈസ് ചെയ്യാൻ, ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് അവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതൊരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. ഒരുപാട് എക്സാംസ് വരുന്നുണ്ട്, ഒരുപാട് വേക്കൻസീസ് വരുന്നുണ്ട്. മിസ്സാക്കരുത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ഈവൻ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8714764666 എന്നുള്ള ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ അറിഞ്ഞ് നിങ്ങൾ പഠിക്കുന്ന ഡിഗ്രി വെച്ചുകൊണ്ട് ഇപ്പോൾ എഴുതാൻ പറ്റുന്നതും ഫ്യൂച്ചറിൽ എഴുതാൻ പറ്റുന്നതും ആയിട്ടുള്ള എക്സാംസ് ഏതാണെന്ന് അടക്കം നിങ്ങൾക്ക് ചോദിച്ച് എൻട്രിയുടെ അക്കാഡമിക് കൗൺസിലേഴ്സുമായിട്ട് ചോദിച്ച് മനസ്സിലാക്കി നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്തും തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സാക്കരുത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. സോ നിങ്ങൾ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കുക നിങ്ങളുടെ ഫ്യൂച്ചർ, നിങ്ങളുടെ ലൈഫൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇടുന്ന കുറച്ച് നാളത്തെ എഫേർട്ട് നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യും. അപ്പോൾ അതിന് എത്രയും പെട്ടെന്ന് നിങ്ങൾ ആ സ്റ്റെപ്പ് എടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നമുക്ക് ഇനി ഫ്യൂച്ചറിൽ SSCയിൽ ഒരുപാട് ഇനിയും നോട്ടിഫിക്കേഷൻസ് വരാനുണ്ട്. ഈ നോട്ടിഫിക്കേഷൻസും അതുപോലെ തന്നെ ഈ എക്സാംസിലൊക്കെ വരുന്ന ഇമ്പോർട്ടൻറ്റ് അപ്ഡേറ്റ്സും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും ഇവിടെ തന്നെ മീറ്റ് ചെയ്യാം. താങ്ക്